ഇന്നത്തെ ജനറേഷൻ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു ജോലി, നല്ല ശമ്പളം, ഒരു സെക്യൂർഡ് അടിച്ചുപൊളി ലൈഫ്. ഞാൻ ചെയ്യുന്ന ജോലി സമൂഹത്തിന് എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. കോഴിക്കോട് പുതുപ്പാടി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ യുജിയും പിജിയും പൂർത്തിയാക്കി ഗാന്ധി ഫെലോഷിപ്പ് കാലഘട്ടത്തിൽ മുംബൈയിലെ സ്ലം പ്രദേശങ്ങളിൽ ഉണ്ടായ പഠനാനുഭവങ്ങൾ ഒരുപക്ഷെ ലോകം മാലിന്യ കൂമ്പാരങ്ങളെ അറപ്പോടെ നോക്കി പിന്മാറുന്ന ഒരു കാലഘട്ടത്തിൽ ജബീർ ഖാരാട്ട് എന്ന യുവാവ് നഗരങ്ങൾ നേരിടുന്ന ഈ ഒരു ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രതിസന്ധിക്ക് ഒരു സൊല്യൂഷൻ കാണാനുള്ള ശ്രമം നടത്തി. ആ പഠനത്തിൽ നിന്നും ഗ്രീൻ വേംസ് എന്ന സംരംഭം 2015 രൂപം പ്രാപിച്ചു. ഇന്ന് ഗ്രീൻ വേംസ് 3 സംസ്ഥാനങ്ങളിലും 2 യൂണിയൻ ടെറിട്ടറീസിലുമായി പ്രവർത്തിക്കുന്നു. ഓരോ മാസവും അപ്രോക്സിമേറ്റ്ലി 7,000 മെട്രിക് ടൺ സോളിഡ് വേസ്റ്റ് ശേഖരിച്ച് സംസ്കരിച്ച് ചെയ്യുന്ന ഒരു സംരംഭം. 2010-ലധികം ലോക്കൽ ബോഡികൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംരംഭം വിവിധ റിക്കവറി യൂണിറ്റുകളായി 850-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ യാത്ര ജബീറിന് നിരവധി അംഗീകാരങ്ങളിലേക്കും എത്തിച്ചു. NDTV മിഷൻ ഇമ്പാക്ട് അവാർഡ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ബെസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അവാർഡ്, FICCI സർക്കുലർ എക്കണോമി അവാർഡ്, ഗവൺമെന്റ് ഓഫ് കേരള യങ് ഓൺട്രപ്രണർ അവാർഡ്, വിവിധ ടെഡെക്സ് വേദികളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരു മഹത് വ്യക്തി എന്ന് തന്നെ പറയാം. സ്വന്തം ജീവിതത്തിന്റെ പേർപ്പസ് ഒരു പേർപ്പസ് ഡ്രിവൺ കരിയർ ആക്കി മാറ്റിയ ഗ്രീൻ വേംസ് എക്കോ സൊല്യൂഷൻസിന്റെ സ്ഥാപകനും സിഇഒവുമായ ജബീർ കാരാട്ട് നമ്മുടെ ഇടയിലെ സാധാരണ കുടുംബത്തിലെ സാധാരണക്കാരനായി ജനിച്ച ഈ യുവാവിനെ സോൾഫുൾ സ്റ്റോറീസ് ഇൻസ്പയറിംഗ് യൂത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. വെൽക്കം ജബീർ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഹിയർ. Thank you. Thanks a lot. ഓക്കെ, സ്കൂൾ നമുക്ക് ചെറുപ്പകാലം മുഴുവൻ തുടങ്ങി ആരംഭിക്കാം. സ്കൂൾ കാലഘട്ടം അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. എങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു, എന്തായിരുന്നു താങ്കളുടെ മനസ്സിൽ അപ്പോഴുള്ള ഒരു ചിന്ത, ഒന്ന് വിവരിക്കാമോ? ഓക്കെ, ഞാൻ ജനിച്ച് വളർന്നൊക്കെ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് അടിവാരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. പഠിച്ചത് ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചത്. 12th സ്റ്റാൻഡേർഡ് വരെ മലയാള മീഡിയത്തിലാണ് പഠിച്ചത്. സ്കൂൾ സമയത്ത് സ്പെസിഫിക്കലി എന്നുള്ളത് വലിയൊരു ഹൈലി ബ്രില്യൻ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. പാസ് മാർക്കൊക്കെ വാങ്ങിയിട്ട് ബട്ട് ഫെയിൽ ആവുന്ന സ്റ്റുഡൻറ്റും അല്ല. ഒരു ആവറേജ്, ആവറേജ് സ്റ്റുഡൻറ്റ്, നോട്ട് ഈവൻ എബവ് ആവറേജ്. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഒരു ബേസിക് അക്കാദമിക് എന്നുള്ളത്. പിന്നെ പാരൻസ് ഒന്നും ഫോർമലി എഡ്യൂക്കേറ്റഡ് അല്ല. ഒരു എൽഡർ ബ്രദർ ആണുള്ളത്. ഈവൻ അക്ഷിയും എഡ്യൂക്കേഷനിലൊന്നും ഉഷാറൊന്നുമല്ല. ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഞാൻ ദ ഫസ്റ്റ് പേഴ്സൺ ആണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇൻ ടേംസ് ഓഫ് ഗോയിങ് ടു കോളേജ്. സോ ഇൻ ടേംസ് ഓഫ് സെയിങ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോ ഫോമൽ ഇൻഡസ്ട്രിയിലെ ആളുകളല്ല. ഉപ്പ വാഴയില വെട്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ കളക്ട് ചെയ്തിട്ട് ടൗണിൽ വിൽക്കുന്ന ആളാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. സ്കൂളിൽ പഠിച്ചത് 10th ശേഷം സയൻസ് സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര വീക്കായിരുന്നു. ഓൾറെഡി സയൻസ്, മാത്സ് ഒക്കെ നോർമലി. ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ആണ് 11th and 12th പഠിച്ചത്. യു ക്യാൻ സേ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഹു യൂഷ്വലി ഗെറ്റ് ഓൺ. അതായിരുന്നു എൻ്റെ ടേംസ് ഓഫ് സ്കൂൾ ലൈഫ് എന്നുള്ളത്. അങ്ങനെ വലിയ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോ പ്രഷറോ ഫാമിലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് യു ഹാഡ്? സ്പോർട്സ്, ഫിറ്റ്നസ്സിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു ഓഫ്കോഴ്സ്. പിന്നെ അങ്ങനെ സ്പെഷ്യൽ ഗെയിംസിന് പോകുക അങ്ങനെ വലിയൊരു അത്ലറ്റ്സ് ടൈപ്പ് ഒന്നല്ല. പക്ഷെ ഇൻ ടേംസ് ഓഫ് ഓൾവേസ് നാടൻ പ്രദേശത്തൊക്കെ ജീവിച്ചു വരുന്ന ആളെ ലെവലിൽ എന്താ പറയുക, കളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ ഗെയിംസും കളിക്കുകയായിരുന്നു, ലൈക്ക് സ്വിമ്മിങ് മുതൽ. ബട്ട് അങ്ങനെ നോർമലി സോ മോർ ഓഫ് എൻ ഔട്ട്ഡോർ പേഴ്സൺ, rather than a bookish person, you can say. ഓക്കെ. അപ്പോ 12th കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോവാനും ഹിസ്റ്ററി ചൂസ് ചെയ്യാനും വേറെ ഹ്യൂമാനിറ്റീസ് എടുത്തത് കൊണ്ട് ഹിസ്റ്ററി എടുത്തതാണോ അതോ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണോ?
സി ഡൽഹിയിൽ എത്തിപ്പെടുന്ന ശരിക്ക് എൻ്റെ ഒരു ഡിസ്റ്റന്റ് കസിൻ ഉണ്ടായിരുന്നു അവിടെ. ജസ്റ്റ് ഫിനിഷ്ഡ് മാസ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആ സമയത്ത് 2007 ഐ തിങ്ക്. അപ്പോൾ കക്ഷിയാണ് ഇങ്ങനെ ഡൽഹിനെ കുറിച്ച് പറയുന്നത്. സോ ജസ്റ്റ് സെഡ് there are many universities in Delhi, why can't you come over here and try out some, you know. അപ്പോൾ അങ്ങനെ കക്ഷി പറഞ്ഞിട്ടാണ് ഐ ജസ്റ്റ് വെന്റ് ടു ഡൽഹി. അവിടെ ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതി, ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതി. അപ്പോൾ അതിൽ ഐ ഓൺലി ഗോ ത്രൂ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, എസ്പെഷ്യലി ആർട്സ് ആയിരുന്നു കൂടുതൽ ട്രൈ ഔട്ട് ചെയ്തത്. ബട്ട് ഐ ഗോ ത്രൂ ഓൺലി ഹിസ്റ്ററി ആസ് എ സബ്ജക്ട്സ്. എനിക്ക് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ള ഇഷ്ടത്തിൻ്റെ കാട്ടിലും റാദർ അറിയണോ ഐ വാണ്ട് ടു സ്റ്റേ ഇൻ ഡൽഹി. ഇപ്പോൾ ഡൽഹി നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ആദ്യമായി ഡൽഹിയിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത് ഇൻ ടേംസ്. അപ്പോൾ അങ്ങനെ പുതിയ ഭാഷ, പുതിയ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ ക്ലൈമറ്റ്. സോ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ എന്ത് ചെയ്യണം, നാട്ടിൽ നിന്ന് അപ്പോൾ ഡൽഹിയിൽ എങ്ങനെയെങ്കിലും നിൽക്കണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെയും സ്റ്റേ ബാക്ക് ചെയ്യണം അങ്ങനെ. അപ്പോൾ അതിൽ പിന്നെ ജനറലി അവരുടെ സയൻസും മാത്സും നമ്മൾ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് അല്ലാത്തതുകൊണ്ട് കുറച്ച് വായിക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടിയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഭാഗമായിട്ടാണ് ബട്ട് ഇറ്റ് വാസ് ഓൺലി സെലക്റ്റഡ് ഓൺലി ഫോർ ദിസ് ഹിസ്റ്ററി സബ്ജക്റ്റ് ആൾസോ. അങ്ങനെയാണ് ഹിസ്റ്ററി എത്തിപ്പെട്ടത്. ഓക്കെ. അപ്പോ അതിനുശേഷം ഒരു ഗാന്ധി ഫെലോഷിപ്പിനെ കുറിച്ച് പറയുണ്ടായി. ആ ഒരു റീസൺ കൊണ്ടാണ് മുംബൈ സ്ലംസിൽ കുറച്ച് നാളെ അവിടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകാൻ സാധിച്ചതും എന്ന് പ്രൊഫൈലിൽ കണ്ടു. അപ്പോൾ താങ്കളുടെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെയായിരുന്നു. ഡൽഹിയിൽ എത്തിയപ്പോൾ ഐ തിങ്ക് ഐ സ്പെൻഡ് 5 years in Delhi. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഐ ട്രൈഡ് സംതിങ് ഡിഫറെൻറ്റ് ആൾസോ. ബട്ട് അഗെയിൻ അതും സക്സസ് ആയില്ല. അഗെയിൻ ഐ ഹാഡ് ടു ഡു പി ജി അഗെയിൻ. അതായത് ഡിഗ്രിക്കേഷൻ LLB പാസ്സായിരുന്നു. ബട്ട് എൻട്രൻസ് എഴുതി, ബട്ട് ദർ ആർ സം ഫൈനൽ ടെക്നിക്കൽ ഇഷ്യൂസ്, ഐ കുഡ് നോട്ട് ഗെറ്റ് അഡ്മിഷൻ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഹിസ്റ്ററി അഗെയിൻ പി ജി അവിടെ എൻട്രൻസ് ഓൾറെഡി ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു പി ജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഐ വാണ്ടഡ് ടു സ്റ്റേ ബാക്ക് അഗെയിൻ ഡൽഹി. സോ പിന്നെ അങ്ങനെയാണ് പി ജി പഠിച്ചത് അവിടെ. സോ അത് പഠിച്ചതിന് ശേഷം ഐ റിയലൈസ് ദാറ്റ് എൻ്റെ ഒരു കപ്പ് ഓഫ് എൻ്റെ PhD ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന ആളുകൾ ഒന്നുമില്ല സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യും, റൈറ്റ്. അല്ലെങ്കിൽ അവർ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യും, PhD ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യും. ഹിസ്റ്ററി സബ്ജക്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി സിവിൽ സർവീസ് എന്നുള്ളതൊക്കെ ഓപ്പോസിറ്റ് ഗ്രേറ്റ് ഡ്രീം. ബട്ട് അതിന് നല്ല സ്ട്രോങ് സ്കൂളിങ്ങും പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റംസ് ഒക്കെ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. റിയലൈസ് ദാറ്റ് അഗെയിൻ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ആൻഡ് ഓൾസോ പിന്നെ ഉള്ളത് അക്കാദമിക്സ് ആണ്. അപ്പോൾ അഗെയിൻ ഐ വാസ് നോട്ട് ദാറ്റ് ബിക്കോസ് ഡൽഹിയിലുള്ള സമയത്താണെങ്കിൽ ഐ വാസ് മോർ എ പേഴ്സൺ ഹു ലേൺ മെനി തിങ് ഔട്ട്സൈഡ് ദ യൂണിവേഴ്സിറ്റീസ്. ഡൽഹി എന്നുള്ള ദ ഹോൾ ബിഗർ ക്യാൻവാസ് എന്നാണ് ഒരുപാട് കാര്യങ്ങളാണ് പഠിച്ചത്. ഫോർ എക്സാമ്പിൾ സ്വന്തമായിട്ടൊരു പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് കേരളത്തിലുള്ള ടൂറിസ്റ്റിനൊക്കെ എന്ത് ചെയ്യായിരുന്നു, നോർത്ത് ഇന്ത്യയിലെല്ലാം ഞങ്ങൾ ടേക്ക് തന്നു. സോ അങ്ങനെ ഐഡിയസ് ദാറ്റ് കുറച്ചും കൂടി ഔട്ട്ഡോർ പേഴ്സൺ ആയിരുന്നു, ബുക്കിഷ് അല്ലാത്തതുകൊണ്ട് അക്കാദമിക്സ് എന്നുള്ളത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം അല്ലാതെ എനിക്കും തോന്നി. ഐ വാസ് ലുക്കിംഗ് ഫോർ അഗെയിൻ സംതിങ് എൽസ്, റൈറ്റ്. അങ്ങനെയാണ് ഗാന്ധി ഫെലോഷിപ്പ് എന്നുള്ള ഒരു പ്രോസസ്സിൽ ലൈക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൽ സെലക്ട് ചെയ്തു. അപ്പോൾ അത് വളരെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക് അവർ നിങ്ങൾ എന്ത് പഠിച്ചു എന്നോ, നിങ്ങൾ എന്ത് ഭാഷ സംസാരിക്കുന്നു, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്തെന്നല്ല. അത് ലുക്കിംഗ് അറ്റ് സംതിങ് ഡിഫറെൻറ്റ്, ഓൺ ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ലേൺ ചെയ്യാൻ പറ്റുന്ന. സോ ഇറ്റ്സ് വെരി 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 യുണീക്ക് കോഴ്സ്. യു ക്യാൻ സേ ഗാന്ധി ഫെലോഷിപ്പിൽ ജോയിൻ ചെയ്തത് ഓഫ് കോഴ്സ് ഒരു ഡൽഹിയിൽ പോകുന്നത് മൈൽ സ്റ്റോൺ ആണെങ്കിൽ ഗാന്ധി ഫെലോഷിപ്പിൽ ജോയിൻ ചെയ്തതാണ് സെക്കൻഡ് മൈൽ സ്റ്റോൺസ് ആയിരുന്നു. അപ്പോൾ അത് ദാറ്റ് ആക്ച്വലി ചേഞ്ച് ലോട്ട് ഓഫ് മൈ ദ വേ ഐ സീ ദ വേൾഡ്, എസ്പെഷ്യലി അക്കാദമിക്സിനും മറ്റുള്ള കാര്യത്തിലൊക്കെ മാറിയിട്ട് ലോട്ട് ഓഫ് ഐ വാസ് എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് ഗ്രൗണ്ട് റിയാലിറ്റീസ്. ഓക്കെ. അപ്പോൾ ഈ ഗാന്ധി ഫെലോഷിപ്പ് എങ്ങനെയാണ്, ഒരു സ്കോളർഷിപ്പ് ആയിട്ടാണോ അപ്ലൈ ചെയ്തത് അതോ? So this is how it happens actually. അവർക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഉണ്ട്. I was selected for a Mumbai programs, urban റൂറൽ പ്രോഗ്രാംസും urban പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അപ്പോൾ അർബൻ ഏരിയയിലെ സ്ലംസിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ എനിക്ക് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഗവൺമെൻറ് സ്കൂൾസാണ്. 3 മറാഠി സ്കൂളും 3 ഉറുദു സ്കൂളും. ലൈക്ക് അപ്പോൾ അവിടുന്ന് ഏറ്റവും ലോ ഇൻകം ആയിട്ടുള്ള കുട്ടികൾ പിന്നെ വരുന്ന ഗവൺമെൻറ് സ്കൂൾസ്. അപ്പോൾ ഞങ്ങളെ അസൈൻമെൻറ്റ്സ് എന്നുള്ളത് 2 അസൈൻമെൻറ്റ്സ്. ഒന്ന് ഓഫ് കോഴ്സ് പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് അവയർനെസ്, അങ്ങനെ ആസ് എ ഫെലോഷിപ്പ് ആസ്പെക്റ്റിൽ ലോട്ട് ഓഫ് ആസ് എൻ ഇൻഡിവിജ്വൽ വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ്, അങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു.
around 200 days schools open ആണല്ലോ. So our responsibility, our on-ground responsibility was to help the school headmasters. ഒരു സ്കൂൾസിൻ്റെ ചിൽഡ്രൻസിൻ്റെ സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെഡ് മാസ്റ്റേഴ്സിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ മാസ്റ്റർ ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം സ്കൂൾസ് ഫോളോ അപ്പ് എടുക്കുക. സോ യൂസ് ടു വർക്ക് വിത്ത് സ്കൂൾ കമ്മ്യൂണിറ്റീസുമായിട്ട്, പാരൻസുമായിട്ട് വർക്ക് ചെയ്യണം, ടീച്ചേഴ്സുമായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ സ്റ്റുഡൻസുമായിട്ട് വർക്ക് ചെയ്യണം. മെത്തേഡ് ഓഫ് ടീച്ചിങ്, there are multiple aspects ഉണ്ടായിരുന്നു. ഐഡിയ വാസ് ടു സപ്പോർട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ്. അവരെ കോൺസെപ്റ്റ് എന്നുള്ളത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഓഫ് സ്കൂൾ ഓഫ് ഒരു CEO ഓഫ് ദ സ്കൂൾ ആക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ ലീഡർ ആക്കുക. സാധാരണ ഹെഡ് ടീച്ചേഴ്സ് ആയിട്ടുള്ള സീനിയേഴ്സ് ആൾക്കാർ പ്രൊമോട്ടഡ് ആയിരിക്കും. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസോ ലീഡർഷിപ്പ് സ്കിൽസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ളത് മാത്രമാണ് പൊതുവെ മാസ്റ്റർ ട്രെയിനേഴ്സ് അബവേഴ്സ്. പ്ലസ് അതാണ് വൺ ഹാൻഡ് ഓഫ് വർക്ക് എന്നുള്ള ആസ്പെക്ട്സിൽ. അപ്പോൾ അതർ ഹാൻഡ്സ് എന്നുള്ളത് ഒരുപാട് ലോഡ് ഓഫ് programs as a fellow, a lot of programs designed for the personal growth of the fellows, all those aspects. So there were two അങ്ങനെയുള്ള പ്രോഗ്രാം ആയിരുന്നു. I was ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നു. It was a 2 years program. ഓക്കെ, അപ്പോ സൈഡ് ബൈ സൈഡ് പിന്നെ ടൂർ ഓപ്പറേറ്റിംഗ് ഇത് ചെയ്യേണ്ടി വന്നില്ല, ബിക്കോസ് യു ആർ ഹാവിംഗ് ഡൽഹിയിലാണ് ചെയ്തത്. ബോംബെയിൽ വന്നപ്പോൾ I didn't do that. During Delhi college days മാത്രമാണ് അത് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ബോംബെയിൽ I was able to leave my സ്റ്റൈപ്പൻഡ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ സംസാരിക്കുമ്പോൾ ഡൽഹിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയാ എനർജി കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഡൽഹി ഹാസ് ടോട്ട് യു മെനി തിങ്സ്, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോ ഡൽഹിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും മോട്ടിവേഷൻ അതിലൂടെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു എഡ്യൂക്കേഷൻ അക്കാഡമിക് ഇതിന് നല്ലൊരു ഗ്രൗണ്ട് ആണെന്ന് തോന്നിയോ? Yeah. I would say, of course, Delhi is a really good place for higher education, I would say. ഇന്ത്യയിൽ തന്നെ one of the good options ആണ്. ഒരു കുറച്ചും കൂടി മെട്രോപൊളിറ്റൻ, ഒരു സ്പെസിഫിക് ലാംഗ്വേജോ ഹിന്ദി സ്പീക്കിംഗ്, ലൈക്ക് യു ഗെറ്റ് യുവർ ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, റൈറ്റ്? ഫ്യൂ മന്ത്സ് അഗോ ഈവൻ ഹാവ് ബീൻ ടു ഞാൻ അരുണാചൽ പ്രദേശ് പോയിരുന്നു, വെൻ ടു മണിപ്പൂർ ആൻഡ് ഓൾ. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഐ സ്റ്റിൽ ഹാവ് ഫ്രണ്ട്സ് ഫ്രം ദോസ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി. ഈവൻ but Delhi is a very good place. But I would say in my life, or whoever, especially new people, I would suggest you need to get out of your comfort zone, right? I mean, Delhi എന്നുള്ളതല്ല, നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, നമ്മുടെ നാട്ടിലെ ഫുഡ്, അല്ലെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ്, നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഐ തിങ്ക് യങ് പീപ്പിൾ, ഐ വുഡ് സേ യു ഷുഡ് ഗെറ്റ് എൻ എക്സ്പോഷർ. അറ്റ്ലീസ്റ്റ് ഐ വുഡ് സജസ്റ്റ് ഇന്ത്യയിലുള്ള മറ്റുള്ള സിറ്റീസിൽ മോസ്റ്റ്ലി മലയാളികൾ കുറച്ച് കുറവുള്ള സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ ബോംബെയോ ഞാൻ ബാംഗ്ലൂരോ കോയമ്പത്തൂർ നാളെ സജസ്റ്റ് ചെയ്യാറ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഹാവ് എനി ഇഷ്യൂസ് വിത്ത് മലയാളികൾ. അവിടെയും 90% മലയാളികളായിരിക്കും നമ്മൾ പോകുന്ന സ്ഥലത്ത്. അങ്ങനെയല്ലാതെ ജനറലി അപ്പോൾ യു ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അപ്പോൾ അത് ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, ഇറ്റ് വിൽ മോൾഡ് യു, ഇറ്റ് വിൽ ഷേപ്പ് യു, ആൻഡ് ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് എ ലോട്ട് ഓഫ് ന്യൂ പെർസ്പെക്റ്റീവ് ഫോർ ദ ഹോൾ about yourself as well as about the world around you. അങ്ങനെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഐ വുഡ് ഓൾവേസ് എൻകറേജ് പീപ്പിൾ ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് ഫോർ സ്റ്റഡീസ്, ഹയർ എഡ്യൂക്കേഷൻ സാധനത്തിൽ. ആൻഡ് ഓഫ് കോഴ്സ് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഡൽഹിനെ പോലുള്ള സിറ്റിയൊക്കെ a lot of really good institutions. That's a great message for the upcoming generation. Comfort zone പൊളിച്ചെറിയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗ്രീൻ വേംസിലേക്ക് എത്തുന്നത്. ഈ ഒരു മുംബൈ കാലഘട്ടത്തിലാണോ ഇങ്ങനെ ഒരു തോട്ട് വന്നത്? See, so towards the end of this fellowship, right, I realized that I will work in the development sector for the rest of my life. ഒരു സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളതും എൻ്റെ ഒരു ഇൻക്ലിനേഷൻസ് എന്നുള്ളതും മനസ്സിലായി, റൈറ്റ്? ടിപ്പിക്കൽ കോർപ്പറേറ്റ്സ്, അത് അങ്ങനത്തെ മറ്റെന്തെങ്കിലും വർക്ക്, അല്ലെങ്കിൽ അക്കാദമിക്സ്, സിവിൽ സർവീസ്, എനിക്കങ്ങനെ മനസ്സിലായി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡ്യൂറിങ് ദിസ് 2 years of fellowship, I was exposed to a lot of good social entrepreneurs, സാമൂഹിക സംരംഭകർ എന്ന് പറയുന്ന സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റായിട്ട് കം അക്രോസ് റിയലി ഗുഡ് ഓർഗനൈസേഷൻസ് ആൻഡ് പീപ്പിൾ. അവർ നല്ലൊരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതോട് കൂടെ തന്നെ ദേ ആർ ബിൽഡിങ് എൻ ഓർഗനൈസേഷൻ, റൈറ്റ്? അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് കോൺസെപ്റ്റ് ആസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത്. സോ അങ്ങനെ ദാറ്റ്സ് എ ഫസ്റ്റ് ഡിസിഷൻ, ഐ വർക്ക് ഒന്ന് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ, സോഷ്യലി ഡെവലപ്മെൻറ്റ് സെക്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തത് ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. റീസൺസ് of NGO അല്ലെങ്കിൽ ചാരിറ്റി, ഇതിന് again I have a high respect for the people who does this kind of jobs. But എൻ്റെ പേഴ്സണൽ ബിലീഫിലും മനസ്സിലാക്കിയത്
you need to, you need to solve a problem. You need to be, അല്ലെങ്കിൽ problem solve ചെയ്യുന്നതിന് കൂടെ തന്നെ at the same time you should have a decent career also and decent life also. I mean, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളും നന്നായി പെയ്ഡ് അല്ല. അവർ നന്നായി പെയ്ഡ് അല്ല. അവർക്കുള്ള സോഷ്യൽ റെക്കഗ്നീഷൻസ് ആണെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ആണെങ്കിലും ഇപ്പോഴും എന്താണ്. ഐ വാണ്ടഡ് ടു ക്രിയേറ്റ്, നല്ല ജോലിയും ചെയ്യണം, സമൂഹത്തിന് ഉപകാരമാണ്, ബട്ട് ദേ ഷുഡ് മേക്ക് മണി ആൾസോ, ദേ ഷുഡ് ലിവ് എ ഡീസെന്റ് കരിയർ ആൾസോ. അപ്പം അതുകൊണ്ട് തന്നെ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആളുകളുടെ ഡൊണേഷൻസോ ഫിലാന്ത്രോപ്പി ചാരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യണോ, ഇത് ഓർഗനൈസേഷൻ ഹാസ് ടു റൺ ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെയാണ് ദ ഹോൾ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ബിസിനസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്. അതാണ് ദാറ്റ്സ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ലൈക്ക് വാട്ട് ടു ഡു, റൈറ്റ്. ദർ ആർ മെനി സെക്ടേഴ്സ്. എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ സെക്ടറിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ലൈവ്ലിഹുഡ് ജനറേഷൻ പ്രോജക്ട്സിൽ. സോ ഐ ഡിഡ് എക്സ്പ്ലോർ മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. I found this garbage, I came across this garbage as a sector, waste management, waste ennulla sector. I found this is, as a country on the level, we are ranking worst in sanitation standard, and our population is growing. More people means more waste, right? Our per capita waste generation എന്ന് പറയും, ആളോഹരി മാലിന്യ ഉത്പാദന അളവ് അത് അറൗണ്ട് 11% ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ ആസ് എ കൺട്രി എന്നുള്ളത് നമ്മൾ അർബനൈസേഷൻ, നഗരവൽക്കരണം കൂടുന്നത് കൊണ്ട് തന്നെ around 50% of people will be living in cities. സോ കൺസ്യൂമറിസ്റ്റിക് പാറ്റേൺ ആണ് നമ്മളെല്ലാം യൂസ് ചെയ്ത്. നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെ, നമ്മൾ ഓരോ വാങ്ങുന്ന സാധനത്തിൻ്റെ ഷെൽഫ് ലൈഫ് കുറയാണ്, കൺസ്യൂമറിസം കൂടുകയാണ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് പുട്ട് ടുഗദർ ഐ റിയലൈസ് ദാറ്റ് there is, waste is going to be a much more a serious problem in the coming decade, right? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തു. ഇൻ ടേംസ് ഓഫ് ഇത് മാനേജ് ചെയ്യുന്നത്, ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയത് നമ്മൾ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ആണ്. 95% ഈ സെക്ടർ ഇപ്പോഴും മാനേജ് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയത്. സോ എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് ടെലികോം അല്ല എനർജി മറ്റെല്ലാ സെക്ടേഴ്സ് പോലെ തന്നെ ദിസ് ഇസ് ആൾസോ ഗോയിങ് ടു സൂൺ പ്രൈവറ്റൈസ്. യു നീഡ് പ്രൊഫഷണൽസ്, യു നീഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ടു ടേക്ക് കെയർ ഓഫ് ദ, ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഐ സി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വേസ്റ്റ് ഈസ്, രാജ്യത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് അറൗണ്ട് 81% ഇപ്പോഴും കുഴിച്ചിടാൻ വേണ്ടിയാണ് പോകുന്നത്, ലാൻഡ് ഫില്ലിലേക്ക് അല്ലെങ്കിൽ ഡംപിങ് സൈറ്റിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് വേസ്റ്റ് എന്നുള്ള മെറ്റീരിയൽസിനെ ഇപ്പോഴും എൻവയോൺമെൻറ്റലി പൊല്യൂട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സോയിൽ ആണെങ്കിലും ഹൈലി കണ്ടാമിനേറ്റഡ് ആവുകയാണ് ഓൺ എ ഡേ ബൈ ബേസിസ്. ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആംഗിൾ ഉണ്ട്, റൈറ്റ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആംഗിൾ ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സംതിങ് വിച്ച് പേഴ്സണലി സ്ട്രൈക്ക് മീ ഇസ് എ സോഷ്യൽ ഇമ്പാക്റ്റ് ആംഗിൾ. മില്യൺസ് ഓഫ് വേസ്റ്റ് കളക്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. അത് ഫോർമലിയും ഇൻഫോർമലിയും എന്താണ്, നമ്മളെ വീട്ടിലെ കുടുംബശ്രീ സ്ത്രീകൾ മുതൽ പിന്നെ വലിയ വലിയ ഡംപിങ് സൈറ്റുകൾ സ്കാവൻ ചെയ്യുന്ന പ്രാക്ടിക്കേഴ്സ് എന്ന് പറയുന്നവർ മുതൽ ഇതിൻ്റെ ഒരുപാട് ആളുകൾ ഈ വേസ്റ്റ് പിറക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള, അവരാരെയും ചോദിക്കുകയോ പറയുകയോ അവരെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ നമ്മളെ സമൂഹത്തിന് മുഖ്യധാരയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങളാണ്. ബട്ട് ദേ ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ് ഫോർ കൺട്രി ഓർ പ്ലാനറ്റ്. അപ്പോൾ അവരുടെ ലൈഫിലൊക്കെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് സംതിങ് ഐ പേഴ്സണലി ഫുൾഫില്ലിങ്. So you can say a business opportunity plus a social impact plus an environmental impact. So I found this garbage or waste as a good sector which I personally interested in. അങ്ങനെയാണ് ആസ് ഗ്രീൻ വേംസ് വാസ് ബോൺ, റൈറ്റ്. ഐ വാണ്ട് ടു ബി. ഒരുപാട് ആളുകൾ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ലൈക്ക് എല്ലാ ദിവസവും നെഗറ്റീവായിട്ടുള്ള വാർത്തകളും പിന്നെ പത്രങ്ങളും ടി വികളും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുൾ നെഗറ്റീവ് ന്യൂസസ് ആണ് വേസ്റ്റിനെ കുറിച്ചൊക്കെ ഉണ്ടാവാറ്. സോ ഐ തോട്ട് ഓഫ് അതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ഇത് സംസാരിക്കുക ചെയ്യുന്നതിന് പകരം അതിലെന്തെങ്കിലും ചെയ്യണം. ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ, നോട്ട് പാർട്ട് ഓഫ് ദ പ്രോബ്ലം, റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ദ ഹോൾ ഐഡിയ ഓഫ് ഗ്രീൻ ഹൗസ് വാസ് ബോൺ. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വൈസസ് തരാനോ ഒരു റോൾ മോഡൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അതോ തികച്ചും താങ്കളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുമായിരുന്നോ? ആസ് എ കോൺസെപ്റ്റ് വൈസ് യെസ്. ഇൻ ടേംസ് ഓഫ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. ബട്ട് ഓഫ് കോഴ്സ് ഗാന്ധി ഫെലോഷിപ്സിലുള്ള ഫ്രണ്ട്സ് ആൻഡ് സർക്കിൾസ് ജനറൽ കുറച്ച് ആളുകൾ ഐ ഡു ഡിസ്കസ് ചെയ്ത്. ബട്ട് മോസ്റ്റ്ലി കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഐ വാസ് ഇനീഷ്യലി എനിക്ക് വാസ് എ കോ ഫൗണ്ടർ എന്ന ലെവലിൽ ഇനീഷ്യലി വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. ലൈക്ക് ഗാന്ധി ഫെലോഷിപ്പ് ചെയ്തിട്ടില്ല, ബട്ട് ഐ ആസ്ക്ഡ് ഹിം ടു ഷെയർ വുഡ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് മീ. സോ ഹി ഹാസ് ജോയിൻ മീ വൺസ് ഐ ആം ബാക്ക് ടു കേരള. ബട്ട് ഇനീഷ്യൽ സമയത്ത് ഐ മീൻ കോൺസെപ്റ്റ് വൈസ് ഓഫ് കോഴ്സ് ഒറ്റക്കായിരുന്നു.
Um, yeah, but initially it was a lot of challenge, a lot of mistakes, a lot of failures. Things was not really good in those days. ഓക്കെ, ഈ വേസ്റ്റ് മാനേജ്മെന്റ് പോലൊരു മേഖല പലരും കരിയറായി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ്. അപ്പോ പാരന്റ്സ് അല്ലെങ്കിൽ ഫാമിലി സൈഡിൽ നിന്നോ ഫ്രണ്ട്സ് സൈഡിൽ നിന്നോ എന്തെങ്കിലും ഒരു ആ ഭാഗത്തുനിന്ന് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നോ? See, see, there are two aspects, right? ഒന്ന് എന്നുള്ളത് immediate family, there was no issue, because as long as whatever I wanted to do, right? I mean, they're completely okay with it. Immediate family, uh, because their expectation was very very low. I mean, for example, I would say മാസമായ 5,000 രൂപ എന്ത് ചെയ്യണം, ഉമ്മക്ക് ഉപ്പം കിട്ടണം. ദാറ്റ് വാസ് ദെയർ, ബിക്കോസ് നമ്മൾ ഗ്രാമപ്രദേശത്തു നിന്നാണ്, നോട്ട് മച്ച് ഓഫ് എൻ എക്സ്പെൻസ്. 5,000 രൂപ എന്ത് ചെയ്യണം, അവരെ എക്സ്പെൻസിന് വേണ്ടി നമ്മൾ കവർ ചെയ്യണം. ദാറ്റ്സ് ദെയർ ഓൺലി എക്സ്പെക്ടേഷൻസ്. അതർവൈസ് വാട്ട് എന്താണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓൾവേസ് ഫ്രീഡം എന്നുണ്ടായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്നു. സോ ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബട്ട് ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, ഐ തിങ്ക് ലോട്ട് ഓഫ്, ബിക്കോസ് ഐ ഗോട്ട് ടു നോ ലേറ്റർ, ദേ വർ നോട്ട് skeptical ആയിരുന്നു ആളുകൾ, ലൈക്ക് വാട്ട് ഈസ് ദിസ് ഗായ് ഡൂയിങ് ഇറ്റ്, റൈറ്റ്? ഡൽഹിയിലൊക്കെ പോയി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയി വന്നിട്ട്, ഡൽഹിയിലും ബോംബെയിലൊക്കെ പോയി വന്നിട്ട് വാട്ട് ഈസ് ഹി സ്പീക്കിംഗ് ഓഫ് ഗാർബേജ് ഹിയർ. അപ്പോൾ അതൊരു ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ, എന്താണ് ഈസ് ഡൂയിങ് ഇറ്റ്, അവർ ആക്രി പരിപാടിയല്ലേ, വേസ്റ്റ് ചണ്ടി എടുക്കുന്ന പരിപാടിയല്ലേ, ലൈക്ക് അതൊരു എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ചെയ്യേണ്ടതാണോ, റൈറ്റ്? അപ്പോൾ അങ്ങനെ അതൊക്കെ വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണോ, വാട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ ലോട്ട് ഓഫ് അപ്രിഹെൻഷൻസ് ആൻഡ് ഐ വുഡ് സേ ലോട്ട് ഓഫ് സ്കെപ്റ്റിസിസം ഉണ്ടായിരുന്നു, extended. But outrightly, nobody. I mean, there of course there are a few people, said, but most of them, okay, let him do whatever he wants to do it. In that way, I think maybe because of my Delhi or my Bombay life, people knows maybe, if I do something, maybe I diligently do that. Right? I mean, they trusted me, not that idea rather. ഓക്കെ, അപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വന്നിരുന്നോ? ഐ മീൻ, സ്ട്രേറ്റ് അവേ ഒരു എക്കോ സൊല്യൂഷൻ ആണോ, അങ്ങനെയാണോ തുടങ്ങിയത്, അതോ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നോ അപ്പൊ തന്നെ? കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു നമ്മൾ എൻഡ് ഓഫ് 2014. അപ്പോൾ ഫസ്റ്റ് 5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു വൺ ഓഫ് ദ കസിൻ, അഗെയിൻ സംബഡി ഹു ട്രസ്റ്റ് യു ആസ് എ പേഴ്സൺ, റൈറ്റ്? സോ ഹി ഹാസ്, കക്ഷി 5 ലക്ഷം രൂപ എനിക്ക് ആസ് ഓഫ് നൗ, കക്ഷി എന്തിനോ ആവശ്യത്തിന് വേണ്ടി വെച്ച പൈസ, ഐ ടോൾഡ് ഹിം ഐ വാണ്ട് ടു ട്രൈ ഔട്ട് സംതിങ്. സോ അങ്ങനെയാണ് 5 lakhs rupees ബേസിക് ക്യാപിറ്റൽ വെച്ചിട്ടാണ് എൻഡ് ഓഫ് 2014 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രീം ആയിട്ട് പലർക്കും പല ഡ്രീംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കാൻ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും. അതുപോലെ ഒരു കോൺഫിഡന്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ സഹായിച്ച ഫാക്ടർ എന്താണ്? സി, എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ കാര്യം, നോർമലി ലൈക്ക് ഏർലി ഡേയ്സിൽ മാത്രമേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂ, റൈറ്റ്? ഞാൻ മേ ബി ഇഫ് ഐ എം തിങ്കിങ് ഓഫ് ടുഡേ, ഐ മേ നോട്ട് ബി ഡൂയിങ് ദ സെയിം തിങ് വിച്ച് ഐ ഹാഡ് ഡൺ ഇൻ 2014. ജസ്റ്റ് കോളേജ് കഴിഞ്ഞു, നമുക്ക് എന്തും കഴിക്കാം, എവിടെ യാത്ര ചെയ്യാം, ഏത് രാത്രിയും ഏത് ട്രെയിനിലും ഏത് ബസ്സിലും ഏത് സ്ഥലത്തും കിടന്നുറങ്ങാം. പറയുന്നത് റിസ്ക് ടേക്ക് അപ്പിറ്റൈറ്റ് എന്നുള്ളത് വളരെ കൂടുതലാണ് ഇനീഷ്യൽ സാധനത്തിൽ. അപ്പം ഞാൻ വിചാരിച്ചത് ഐ ട്രൈ ഔട്ട് 2-3 years ഞാൻ എന്ത് ചെയ്യും, ട്രൈ ഔട്ട് ചെയ്യും. വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ ഐ വിൽ മൂവ് ഓൺ, റൈറ്റ്? അപ്പം അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡം ആണെങ്കിലും മോറോവർ റിസ്ക് ടേക്കിംഗ് അപ്പിറ്റൈറ്റ്സ് ഉണ്ടായിരുന്നു ആസ് എൻ ഓവർഓൾ, റൈറ്റ്? ആൻഡ് ഓൾസോ ഐ എം എ പേഴ്സണലി ഹു ഇസ് എ ബിലീവർ ഓഫ് യു ഷുഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് സംതിങ്, റൈറ്റ്? ഐ മീൻ, നമ്മളിങ്ങനെ ഒരുപാട് ആലോചിക്കുകയും ഐഡിയേറ്റ് ചെയ്യുന്നതിന് പകരം ഓഫ് കോഴ്സ് ഐ ഡു തിങ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് somewhere has to start, then only you get to know that aspects എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് that's my approach എന്നുള്ള, let me just start something, let's see how things goes. രണ്ടാമത് early days ആകുമ്പോൾ I was okay to fail, right? I mean, I was afford to fail, there was nothing to lose, for me. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ്, let me give a try. And most importantly, there is a hope, right? Hope means if I can crack, because ആ സമയത്ത് ഐ റിമെമ്പർ 2014 ആ സമയത്തൊക്കെ എല്ലാ നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ഉള്ളൂ. നല്ല കേരളത്തിൽ ഭയങ്കര സൊല്യൂഷൻസോ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നുമില്ല, നോ ഗുഡ് സ്റ്റോറീസ്. അപ്പം എനിക്ക് അറിയായിരുന്നു, ലൈക്ക് ഇഫ് ഐ ക്യാൻ ക്രാക്ക് ദിസ്, ഇവൻ പീപ്പിൾ ഹു ഹാസ് ടോൾഡ് മീ
sensible people has told me, if you can, I mean, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് പരിഹരിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പും ഉണ്ടായിരുന്നു, ഐ വാണ്ടഡ് ടു വർക്ക് ഓൺ ദിസ് എന്നുള്ളത്. ഐ മീൻ, I think those are the reasons why I kept trying. ഓക്കെ, അപ്പോൾ 2014 രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് ടുക്ക് ലൈക്ക് ടു ഫീൽ ദാറ്റ് യാ ഐ ആം ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് ഉള്ള ഒരു ചിന്ത എപ്പോഴാണ് വന്നത്? I can continue it. Yeah, I think it took 3 years, 3 to 4 years, 3 years, end of 2017-18 of it took me 3 years to 4 years. I mean, things are on track. Um, so first projects we shut down after 8 months. The person and would join he also left me. Means I let him go rather. Actually, eldest member in the family, he had already failed at projects before, another company before. So I let him go. We wind up the projects, we wind up the facility. I started working in school as a part-time. Bombay no പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു മാനേജ്മെന്റ് CBSE school as a consultant ആയിട്ട് 100 hours in a month അങ്ങനെ വർക്ക് ചെയ്തു. So I kept continuing things. At the same time, regular activity അല്ലാത്ത I came up with some new activities in ways like സീറോ വേസ്റ്റ് വെഡിങ്ങുകൾ, കോൺഫറൻസുകൾ, എക്സിബിഷൻസ്, ഫുഡ് ഫെസ്റ്റുകൾ, അങ്ങനെ ഓരോരോ പ്രോഗ്രാംസിലെ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രം ടേക്കപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ആളുകളെ വേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഒരു ഇവന്റ് വരുമ്പോൾ, ഒരു വെഡിങ്സ് വരുമ്പോൾ മാത്രം ചെയ്താൽ മതി, ആളുകളെ ഹയർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യാവുന്നത്. അപ്പോൾ ടെക്നിക്കലി എവറിത്തിങ് വാസ് വർക്കിംഗ് വെൽ. ഫിനാൻഷ്യലി എല്ലാം എന്തായിരുന്നു, ഇൻകം വളരെ കുറവായിരുന്നു, എക്സ്പെൻസ് എല്ലാ ദിവസവും കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു 8 months ഷട്ട് ഡൗൺ ചെയ്തു. We were about to wind up things. But I personally continued things, and then again started again. Yeah, again 8 to 10 months later, started the second facility. Other 6 months again wind up again. ആളുകൾ സമരം ചെയ്തു. വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റിയുടെ വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ നാട് നെല്ലിയമ്പറമ്പാവും, ബ്രഹ്മപുരമാവും, വിളപ്പിൻശാലയാവുന്നത്. ബിക്കോസ് പീപ്പിൾ ഡിഡ്ന്റ് നോ ഹൗ എ പ്രോസസ് ലുക്സ് ലൈക്ക്, റൈറ്റ്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജസ്റ്റ് പ്രോസസ് ബേസിക് സാധനം കാട്ടുന്നതിന് ആളുകൾ സമരം ചെയ്തു, കൂട്ടിപ്പോയി. So I would say in the initial, then the third attempt I partner with some, world space already ചെയ്യുന്ന ഒരു space ആയിട്ട് partner ചെയ്തു. So initial years was, I would say, yeah, 3.5 years it took us. But each failures I had some key learnings. So I learned and moved on, to improvise and make it better every time. Very inspiring. Okay, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനി ചെയ്യുന്ന പ്രവൃത്തികൾ? കാരണം കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, അപ്പോൾ ഓഫീസ് സെറ്റപ്പ് ചെയ്തത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോൺസെപ്റ്റ് എന്നുള്ളത്, നമ്മൾ വീടുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസുകൾ കത്തിക്കുകയോ കുഴിച്ചും കൂടി ചെയ്യാത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്യാം, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള. ഇതാണ് ജനറലി തിങ്കിങ് ചെയ്യുന്നത്. So you have your own plant? Yeah, I'll tell you about the process. So initially, എല്ലാ സ്ഥാപനങ്ങളിലും തുടങ്ങിയ സമയത്ത് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിൽ മാത്രം, വീടുകളിലായിരുന്നു, വാണിജ്യ സ്ഥാപനങ്ങളിൽ മാത്രം പോയിട്ട് ഡെയിലി പോയിട്ട് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക്, മറ്റുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും ബയോഡിഗ്രേഡബിൾ വേറെ നോൺ ബയോഡിഗ്രേഡബിൾ വേറെ അവരോട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറയായിരുന്നു. എന്നിട്ട് ഇത് രണ്ടും എന്തെങ്കിലും ഡെയിലി എടുത്തു കൊണ്ടുവന്നിട്ട് ഫുഡ് വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യും. നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു. നോൺ ബയോഡിഗ്രേഡബിൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്ലിങ്ങിന് കൊടുക്കും. ഇതായിരുന്നു ആക്ടിവിറ്റീസ് എന്നുള്ളത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ. ദെൻ മൂവ്ഡ് ഓൺ സെക്കൻഡ് സ്റ്റേ പ്രോസസ്സിൽ ഫുഡ് വേസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് അവിടെ ഒരുപാട് പന്നി ഫാമുകളും അല്ലാതെ ഡിഫറെൻറ്റ് ആളുകളുടെ മെക്കാനിസംസ് ഉണ്ടായിരുന്നു. ഫുഡ് വേസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് വലിയ വലിയ ഹോട്ടൽസ്, അപ്പാർട്ട്മെൻറ്റ്, ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റലിലെ ജനറൽ വേസ്റ്റ്, ബയോമെഡിക്കൽ അല്ല, അങ്ങനെയുള്ള വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ്, ഹൈറൈസ് ബിൽഡിങ്സ്, വലിയ വോളിയൂംസ് വരുന്ന ഇൻഡസ്ട്രീസ്, അവിടുന്ന് മാത്രം കോഴിക്കോട്ടിലെ എല്ലാ മെയിൻ പ്രധാനപ്പെട്ട 5-star ഹോട്ടൽസ് എല്ലാം അവിടുന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. സോ നമ്മുടെ മോഡൽ എന്നുള്ളത് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഫീസ് ചാർജ് ചെയ്യും. വീടുകൾ അവരെടുത്തു നിന്ന് വാണിജ്യ സ്ഥാപനങ്ങൾ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ചെറിയ ഫീസ് ചാർജ് ചെയ്യും. പ്ലസ് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഇത് റീസൈക്ലബിൾ ആയിട്ട് മറ്റു കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, അതിന് റവന്യൂ കിട്ടും. ഇതായിരുന്നു ഓവറോൾ കോൺസെപ്റ്റ് എന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓഫ്കോഴ്സ് എല്ലാം കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഒരു മെഷീനറി ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വാണിജ്യ സ്ഥാപനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട്
പിന്നെ നമ്മൾ വീടുകളിലേക്ക് മാറി, ഇൻഡിവിജ്വൽ വീഡ്സിലേക്ക് മാറി. പിന്നെ നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ടോട്ടൽ കോൺട്രാക്ട് എടുക്കൽ തുടങ്ങി. അങ്ങനെയാണ് ലൈക്ക് ഇപ്പം ആസ് ഓഫ് നൗ 90% വീടുകളും 10% വാണിജ്യ സ്ഥാപനങ്ങളുമാണ്. ഏകദേശം 232 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പക്ഷേ 22 ലക്ഷം വീടുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2018 2019 സമയത്ത് കുടുംബശ്രീയും വന്നു. ആദ്യം ഈ ഹരിതകർമ്മസേന പറഞ്ഞ കുടുംബശ്രീ മെക്കാനിസംസ് സിറ്റികളിൽ മാത്രമേ ഒരു വേസ്റ്റ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് സാനിറ്റേഷൻ വർക്കേഴ്സ് എന്ന കാറ്റഗറി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്ത പ്രൊജക്റ്റുകൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കുടുംബശ്രീയിലുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് ഹയർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മോഡൽസ് ഒക്കെ പിന്നെ ഗവൺമെന്റും എന്ത് ചെയ്തു, അവർ അവരും ഇങ്ങനെ പാനലി ചെയ്തപ്പോൾ അങ്ങനെ ഗവൺമെന്റ് കുടുംബശ്രീകൾ വന്നു. അങ്ങനെ ഞങ്ങൾ വീടുകളിൽ നിന്ന് പോയി ഡയറക്റ്റ് എടുക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്ന എല്ലാ സ്ഥലത്തും കുടുംബശ്രീയാണ് എടുക്കുന്നത്. പ്രോസസ്സ് ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഒരു 60% വേസ്റ്റ് മെറ്റീരിയൽസും ഞങ്ങൾക്കാണ് വരുന്നത്. ഏകദേശം 70 ലോക്കൽ ബോഡീസ് ഉണ്ട്, 45 ലോക്കൽ ബോഡിയിലെ വേസ്റ്റ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ എത്തുന്നത് ഞങ്ങളുടെ കയ്യിലാണ്, കളക്ട് ചെയ്യുന്ന കുടുംബശ്രീയാണ്. അപ്പോൾ വി കണ്ടിന്യൂഡ് അവർ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിട്ടുള്ള പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതുകൊണ്ട് കുടുംബശ്രീ ഈ ഗവൺമെന്റുമായിട്ടുള്ള പാർട്ണർഷിപ്സുകൾ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ആക്ടിവിറ്റീസ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് ഇത് കളക്ട് ചെയ്ത മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ ഞങ്ങൾ ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറഞ്ഞ കാറ്റഗറി ആയിട്ട് മാറ്റുന്നുണ്ട്. സിമെന്റ് കില്ലിലൊക്കെ കൽക്കരിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒന്നും നമ്മൾ കുഴിച്ചു മൂടുന്നില്ല. കളക്ട് ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആക്രിക്കടക്കാർ കൊണ്ടുപോകാത്ത മെറ്റീരിയൽസ് മാത്രം നമ്മൾ എടുക്കും. അപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി എടുക്കുക, ആരും നമുക്ക് ന്യൂസ് പേപ്പറോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജൊന്നും നമുക്ക് തരാറില്ല. കച്ചറായിട്ടുള്ള പ്ലാസ്റ്റിക്കും ചെരുപ്പും ബാഗും തുണിയും തെർമോക്കോളും നാപ്കിനും പൊട്ടിയ ഗ്ലാസസും ഇങ്ങനെ എല്ലാ കച്ചറ മെറ്റീരിയൽസ് ഉണ്ട്. ആളുകൾ പൊതുവെ കുഴിച്ചുമൂടിയ വലിച്ചെറിയ ചെയ്യുന്ന മെറ്റീരിയൽസ് ഇത് മാത്രമാണ് നമ്മൾ ലൈക്ക് നമുക്ക് മനസ്സിലായി മാർക്കറ്റിൽ അതാണ് ആവശ്യം. ബാക്കിയുള്ള ആക്രിക്കടക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ലോ വാല്യൂ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രോസസ്സിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തു. നേരത്തെ പറഞ്ഞ രീതിയിൽ ആൾട്ടർനേറ്റീവ് ഫ്യൂൽ എന്നൊരു കാറ്റഗറി ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകൾ തുടങ്ങി 3 വർഷം തുടങ്ങി. പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ്സ് പോലെ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് എന്നൊരു ഇൻസ്ട്രുമെന്റ് തുടങ്ങി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് എടുത്ത മെറ്റീരിയൽസ് വാഷ് ചെയ്ത് ഇതിൽ നിന്ന് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. വാഷ് ചെയ്ത് ഗ്രാനുവൽസ് ആക്കിയിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുണിയുടെ വേസ്റ്റ് ആണ്, ക്ലോത്ത് ടെക്സ്റ്റൈൽ വേസ്റ്റ്. അത് മാത്രം അതിന് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഷൂസ് റീസൈക്ലിംഗ് കമ്പനി തുടങ്ങി, ഷൂസ് റീസൈക്കിൾ. സോ അങ്ങനെ നമ്മൾ കാറ്റഗറി മെറ്റീരിയൽസിലേക്ക് എന്ത് ചെയ്തു. ഇപ്പോൾ സോഴ്സ് എന്നുള്ളത് വീടുകളും വാണിജ്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷേ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഗ്ലാസിന് വേണ്ടി മാത്രം ഒരു സ്പെസിഫിക് യൂണിറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് വലിയ വോളിയം മെറ്റീരിയൽസ് ആയപ്പോൾ അതിന് ഓരോരോ മെറ്റീരിയൽസും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഓരോരോ മെക്കാനിസം വേണം, പുതിയ ടെക്നോളജി വേണം. പ്ലാസ്റ്റിക് വാഷ് ചെയ്തായിരല്ല ഗ്ലാസ് വാഷ് ചെയ്യാം, ഗ്ലാസ് പ്രോസസ്സ് ചെയ്തായിരല്ല ടെക്സ്റ്റൈൽസ് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിലേക്ക് എന്ത് ചെയ്തു, മെറ്റീരിയൽസിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, കടന്നു. സോ ദാറ്റ്സ് ദ ബ്രോഡ്ലി വാട്ട് ആസ് എ ഓർഗനൈസേഷൻ ഗ്രീൻ ഹോംസ് ഡസ്. അപ്പോൾ അതൊക്കെ സെക്ഷനുണ്ട്. ഡെവലപ്പ് ചെയ്തത് മെക്കാനിക്കൽ മെഷീനറീസ് അങ്ങനത്തെ റിലേറ്റഡ് സംഭവങ്ങളൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇനീഷ്യലി ഓർഗനൈസേഷൻ്റെ ഇന്നോവേഷന് ടെക്നോളജി സാധനങ്ങളിലൊക്കെ സബ്ജക്ട് നോളജ് എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഓഫ് കോഴ്സ് ഐ ഹാവ് ജോയിൻ പീപ്പിൾ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം. മോസ്റ്റ്ലി കുറച്ച് ഇൻഫോർമൽ സെക്ടറിലൊക്കെ ഉള്ള ആളുകളൊക്കെ അത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ട്. ബട്ട് പുതിയ ടെക്നോളജി പുതിയ കോൺസെപ്റ്റ്സുകൾ. ബട്ട് എനിക്ക് ഓപ്പറേഷൻ ടീമുണ്ട്. ഐ എം നോട്ട്, ഫോർ എക്സാമ്പിൾ ടുഡേ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ബട്ട് മേ ബി ജപ്പാനിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ കൊറിയയിൽ പോവുക, സിംഗപ്പൂരിൽ പോവുക, ചൈനയിൽ പോവുക സ്ഥിരമായിട്ട്. ദിസ് ഓൾ ഐ ഡു ബിക്കോസ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ളത്. സോ ഐഡിയ എന്ന് വെച്ചാൽ വി ആസ് എൻ ഓർഗനൈസേഷൻ, ഐ വുഡ് സേ വി ആസ് എൻ ഓർഗനൈസേഷൻ ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളതും റിസർച്ച് ചെയ്യുക എന്നുള്ളതും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതും എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതും ഇറ്റ് വാസ് ഇൻ അവർ ജീൻ ഫ്രം ബിഗിനിങ്. We were never happy with the way we were doing it. We always want to improvise it. We always wanted to innovate it. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ മാനുവലി സോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ സെമി ഓട്ടോമാറ്റഡ് ആക്കണം, സെമി ഓട്ടോമാറ്റഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റഡ് ആക്കണം. അങ്ങനെ ഈ എക്യുപ്മെന്റ്സിനെ കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, എക്യുപ്മെന്റ്സ് മോഡിഫൈ ചെയ്യണം. അങ്ങനെ ഒരു തിങ്കിങ് സൈഡ് ആസ് എൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടിങ് ഫ്രം മീ നൗ ഐ തിങ്ക് ആളുകളുണ്ട്. സോ ദാറ്റ്സ് ആസ് എൻ ഓർഗനൈസേഷൻ വൈസ് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് സർട്ടൻ കേരളത്തിലില്ലാത്ത കാര്യങ്ങൾ മറ്റു സ്റ്റേറ്റിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഇന്ത്യയിലത്തെ മറ്റു കൺട്രീസിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് വി അഡോപ്റ്റഡ് എ ലോട്ട് ഓഫ് ഗുഡ് പ്രാക്ടീസ് ആൾസോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സം പോളിമർ സയൻറ്റിസ്റ്റുകളും അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ തന്നെ നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നൗ ഇറ്റ്സ് ബിക്കം വെരി ടെക്നിക്കൽ, റൈറ്റ്, ഹൈലി ടെക്നിക്കൽ. പോളിമർ സയൻസ് പഠിച്ച ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വി ഡു ഹാവ് സച്ച് സ്പെസിഫിക് സബ്ജക്ട് എക്സ്പേർട്സ് ആൾസോ ആസ് ഓഫ് നൗ.
ഓക്കെ. അപ്പോ 3 സ്റ്റേറ്റ്സിലുണ്ട്, 2 യൂണിയൻ ടെറിട്ടറീസും എന്ന് പറഞ്ഞു. നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർണാടകയും തമിഴ്നാട് തന്നെയായിരിക്കും അല്ലേ? തമിഴ്നാട്ടിലും ആന്ധ്രയിലുമാണ്. ഹൈദരാബാദിന് ജസ്റ്റ് ഔട്ട്സ്കേർട്ടിലാണ്. പിന്നെ ആൻഡമാൻ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും ആണ്. ആൻഡമാൻ ഐലൻഡ്സ് റെഗുലർ ഓപ്പറേഷൻസ് ഉണ്ട്. ലക്ഷദ്വീപ് ഐലൻഡ്സ് അവർ കളക്ട് ചെയ്യും. പിന്നെ നമുക്കിവിടെ കൊച്ചിയിലോ അല്ലെങ്കിൽ ബേപ്പൂരോ അല്ല മംഗലാപുരം പോർട്ടിൽ അവർ ഡെലിവർ ചെയ്യും സ്പെസിഫിക്കലി. റെഗുലർ ആക്ടിവിറ്റീസ് അല്ല, ബട്ട് ആസ് എൻ വെൻ ദ ഹാവ് മെറ്റീരിയൽ അവർ ഷിപ്പ് അവൈലബിലിറ്റി നോക്കിയിട്ട് അവർ ഡെലിവർ ചെയ്യാറുണ്ട്. ബട്ട് കർണാടകയിൽ വി ഹാഡ് പ്രോജക്ട്സ്. കൊറോണ സമയത്ത് ഞങ്ങൾ ആന്ധ്രയിലും തെലങ്കാന, ഒഡീഷ, കർണാടകയൊക്കെ ചെയ്തിരുന്നു. വി ഷട്ട് ഡൗൺ ഓപ്പറേഷൻസ്. ഇപ്പോൾ 85% ഓപ്പറേഷൻസ് കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബിക്കോസ് അത് മനസ്സിലായി കേരള ഇറ്റ്സെൽഫ് ഇസ് എ വെരി ബിഗ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ സ്ട്രാറ്റജി പെർസ്പെക്റ്റീവിലും വി ലെറ്റ്സ് തോട്ട് ഓൺ ബിറ്റ്സ് ആൻഡ് പീസസ് ഓരോ സ്ഥലത്ത് പോയി ചെയ്യുന്നതിന് പകരം ലെറ്റ്സ് ഫോക്കസ് ഓൺ വൺ റീജിയൻ. നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ വെർട്ടിക്കലി ആയിട്ട് എന്ത് ചെയ്യുക, ലെറ്റ്സ് ഗ്രോ ഡീപ്പർ. ഇവിടെ എന്തെങ്കിലും ടാഞ്ചിബിൾ ആയിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് എവിടെയാണ്, ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡമാൻ ഐലൻഡ്സും കേരളയും വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഒരു ഇനി അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ അതിലൂടെ ഹോംവർക്ക് ചെയ്ത് കുറച്ച് നാൾ അതിൽ സ്പെൻഡ് ചെയ്ത് അതിൽ എത്ര ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ട് വേണോ സ്റ്റാർട്ട് ചെയ്യാൻ? അതോ യുനോ സ്ട്രേറ്റ് അവേ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നു, യുനോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ നേരെ അങ്ങ് ചെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണോ? യു ഷുഡ് ഷുവർലി ഡു ഹോംവർക്ക്. നമ്മളത് പിന്നെ നേരത്തെ പറഞ്ഞ അർത്ഥം യു ഷുഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിനർത്ഥം യു ഷുഡ് നോട്ട് ഡു എനി ഹോംവർക്ക് അങ്ങനെയല്ല. യു ഷുഡ് ഡു ആസ് മച്ച് ആസ് പോസിബിൾ ആയിട്ടുള്ള പിന്നെ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ സെക്ടറിൽ റൺ ചെയ്യുന്ന പ്ലാന്റുകൾ, ഗുഡ് പ്രാക്ടീസസ്, അതിൻ്റെ പ്രോസസ്, കോൺസ്, സക്സസ്, ഫെയിലിയേഴ്സ് എല്ലാം വേണം. ഇറ്റ്സ് ഓൾവേസ് യു ഷുഡ് ഡു എ ഹോംവർക്ക്, റൈറ്റ്? ഐ മീൻ what I'm saying, ഒരുപാട് വർഷം ഹോംവർക്ക് മാത്രം ചെയ്താൽ യു ഷുഡ് somehow you should get started, that's it. But of course, yeah, എത്രമാത്രം ഈ സെക്ടറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റും എല്ലാ ആംഗിളിലും, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ആ ഇൻസൈറ്റ്സ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഫെയിലിയേഴ്സിന് ചാൻസസ് വളരെ കുറവായിരിക്കും, മിസ്റ്റേക്സിന് ചാൻസസ് കുറയും. ഇഫ് യു ഡു ഓൾ ദിസ് ഹോംവർക്ക്, യു ക്യാൻ തിങ്സ് ഗെറ്റ് ഫാസ്റ്റർ. ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് വളരെ നല്ല മെത്തേഡാണ് ഫോർ ലേണിംഗ്. But it's very expensive and time consuming process. Financially expensive and time consuming. So always somebody knows something, it's always better, to learn from them and learn, make it changes accordingly. നമ്മൾ എല്ലാവരും വേസ്റ്റ് ആയി കാണുന്ന ഒരു ഐറ്റം ജബീറിന്റെ മനസ്സിലൊരു റിസോഴ്സ് ആയിട്ടാണ് ഐഡിയ വന്നത്. അതായത് ഗ്രീൻ വേംസിനെ കുറിച്ച് പറയുമ്പോൾ, ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ മീനിങ് ഫുൾ ആയി തോന്നുന്നത് എന്താണ്? ഐ മീൻ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നത് എന്ത് കാര്യമാണ്? See, there are two aspects. എനിക്ക് ഒന്ന് ഫീൽ ചെയ്തത്, ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഒരു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ മാനേജ് ചെയ്തത് 70,000 മെട്രിക് ടണ്ണാണ് മാനേജ് ചെയ്തത്. 70,000 മെട്രിക് ടൺ എന്നുള്ളത്. അപ്പോൾ 70,000 മെട്രിക് ടണ്ണിൻ്റെ ഒരു സൈസ് അറിയണമെങ്കിൽ മിൽമയുടെ കവറ് 500 പാക്കറ്റ്സ് ആണ് 1 കിലോ. ഓക്കെ, 1000 കിലോ ആണെന്ന് യൂസ് 5 crores ആണ് 1 ടണ്ണ് എന്നുള്ളത്. അപ്പോൾ 70,000 മെട്രിക് ടണ്ണാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ശേഖരിക്കപ്പെടുന്ന വേസ്റ്റിൻ്റെ 40% ഒരു ദിവസം കേരളത്തിൽ ശേഖരിക്കപ്പെടുന്ന നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൻ്റെ 40% മാനേജ് ചെയ്യുന്ന ഗ്രീൻ വേംസ് ആണ്. അങ്ങനെ ഇൻ ടേംസ് ഓഫ് പറഞ്ഞു വന്നത്, വൺ ഓഫ് ദ പ്രൈഡ് ഫീൽ നമ്മുടെ നാട്ടിലെ പുഴകളിലും തോടുകളിലും അവിടെ കിടക്കേണ്ട ഇത്രയും ക്വാണ്ടിറ്റി വേസ്റ്റ് ഒരു വർഷത്തെ കഴിഞ്ഞ മാത്രം പറഞ്ഞത്. ഞാൻ അങ്ങനെ അത് ഒരുപാട് പ്രോഗ്രാംസിൽ ഞങ്ങളില്ലെങ്കിൽ, അല്ലെങ്കിൽ എഫേർട്സ് ഇല്ലാതിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫ് ടൈമിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വാസ് ഏബിൾ ടു ഡു, ഐ വാസ് ഏബിൾ ടു സ്റ്റോപ്പ് സഡൻ മെറ്റീരിയൽ വിച്ച് എൻഡ്സ് അപ്പ് ഇൻ പൊല്യൂട്ടിങ് ദ എൻവയോൺമെന്റ്, റൈറ്റ്? അപ്പോൾ ഈ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി കുറച്ചും കൂടി വൃത്തിയായി സൂക്ഷിക്കുന്നതിലും സൗന്ദര്യമായി സൂക്ഷിക്കുന്നതിലും ഐ തിങ്ക് ഐ ഡിഡ് എ ജോബ്, എ ഡീസൻറ്റ് ജോബ്. സോ വി ആർ ട്രൈങ് ടു ഡു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
we were able to show the world or the people, the communities that this is possible. റൈറ്റ്. ഐ മീൻ ഇതൊക്കെ നടക്കില്ല എന്നും ഇതൊക്കെ ഭ്രാന്തമായ ഐഡിയ ആണെന്നും കേരളത്തിൽ നടക്കാത്തതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാത്ത, നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെയാണ്, നമ്മളെ സിറ്റിസൺസ് അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ഇത് നടക്കാത്ത ആളുകളാന്ന് പറയുന്ന ഒരുപാട് ആളുകൾ മുമ്പിൽ നമുക്ക് ഒരുപാട് ഷോ ഓഫ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദിസ് ഇസ് ഡൂബിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് ഡിറ്റർമൈൻഡ് പീപ്പിൾ ഇറങ്ങി തിരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ്, എല്ലാ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് സം ഡിറ്റർമൈൻഡ് പീപ്പിൾ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളേതെങ്കിലും മുൻഗാമികളും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണ് ഇരുന്ന് സോൾവ് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള പിന്നെ ഫ്രീഡം ആവാം, എല്ലാം നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ദിസ് ഈസ് പോസിബിൾ, റൈറ്റ്? ഐ മീൻ ദിസ് ഈസ് പോസിബിൾ. അങ്ങനെ ഒരു പിന്നെ ബെഞ്ച് മാർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സക്സസ് സ്റ്റോറീസ് കേരളത്തിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുള്ള പ്ലാന്റ് വിസിറ്റ് ചെയ്തു. ഷീ ഹാസ് നെവർ വിസിറ്റഡ് സച്ച് എ പ്ലാന്റ് ഇൻ കേരള. അപ്പം അങ്ങനെയുള്ള ദിസ് ഈസ് ഹൗ എ പ്ലാന്റ് ഷുഡ് വർക്ക്. വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഹെഡ് പറയുമ്പോൾ, സോ വി ഫീൽ ദാറ്റ് വി ഹാവ് സെറ്റ് സം ബെഞ്ച് മാർക്ക് ഫോർ ദ സ്റ്റേറ്റ് ടു ഫോളോ. അപ്പോൾ ദീസ് ആർ സം ഇങ്ങനൊരു ഫാക്ടേഴ്സ് ഉണ്ട് ആസ് എൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റൽ പേഴ്സൺ. രണ്ടാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 850 പേര് ജോലി ചെയ്യുന്നുണ്ട് ഗ്രീൻ ഹോംസിൽ. I call them as my colleagues, not employees. അപ്പോൾ ഐ തിങ്ക് ഇത് എന്നുള്ളത് ജീവിതത്തിലെ ഒരുപാട് എന്താ പറയുക, ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് ആകുമ്പോൾ ഇൻക്ലൂഡിങ് മീ, ഒരാൾക്കും പ്രയർ വേസ്റ്റ് മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മേ ബി ലെസ് ദാൻ 10 പീപ്പിൾ. അപ്പം എല്ലാവരും ഗ്രീൻ ഹോംസിൽ പഠിച്ചിട്ടാണ് എന്താണ് വേസ്റ്റ് എന്നും എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നും പഠിച്ചത്. സോ ഐ വാസ് ഏബിൾ ടു ക്രിയേറ്റ് എ സ്കിൽ പീപ്പിൾ. ഇപ്പോൾ ഗ്രീൻ ഹോംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ദീസ് പീപ്പിൾ ലോട്ട് ഓഫ് ദം സ്റ്റേ ബാക്ക് ഇൻ ദ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടർ. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടറിലേക്ക്, നോളജ് പെർസ്പെക്റ്റീവ്. ബാക്കിയുള്ള നമ്മുടെ ചേച്ചിമാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും ബോട്ടം ഓഫ് ദ പിരമിഡിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകളാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എല്ലാ വർഷവും അവരെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ചേച്ചിമാരെയും നമ്മൾ പിക്നിക്കിന് കൊണ്ടുപോകാറുണ്ട്, വെക്കേഷൻ. അപ്പോൾ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയ ആളുകളുണ്ട് ജീവിതത്തിൽ, ആദ്യമായിട്ട് മെട്രോയിൽ കയറിയ ആളുകളുണ്ട്, ആദ്യമായിട്ട് കടൽ കാണുന്ന ആളുകളുണ്ട്. ഓക്കെ. അപ്പോൾ വിടവായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ചെയ്തതല്ല, ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എന്നാണ് പറഞ്ഞത്. സോ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങളും പിന്നെ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ദാറ്റ്സ് എ ഫുൾഫിൽമെന്റ്. That's something makes me to wake up every day and make us to work further. That gave me goosebumps. Okay. അത്രയും ബ്ലെസ്ഡ് ലൈഫ് തന്നെയാണ് താങ്കളുടേത്. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക, അതുപോലെ എൻവയോൺമെന്റിൽ ഒരു ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്ത് വെക്കാൻ സാധിച്ചു. ഈ യൂത്തിന് പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇങ്ങനെയും കാര്യങ്ങൾ ചിന്തിച്ച് ഒരു മാറ്റം സമൂഹത്തിലേക്ക് കൊണ്ടുവരാം എന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ പറയുന്ന ജെൻസി ഒക്കെ ആയിട്ട് even I don't know specifically but details, but I always tell എൻ്റെ ഒരു തിങ്കിങ് പെർസ്പെക്റ്റീവിൽ ആദ്യം മോസ്റ്റ്ലി ദ പർപ്പസ്, റൈറ്റ്? പർപ്പസ് ഓഫ് ലൈഫ്, ദാറ്റ് സംതിങ് നോട്ട് നെസസറിലി എവരിബഡി ഹാസ് ടു ബി ഓൺട്രപ്രനർ ആവണം, സംരംഭം തുടങ്ങുന്നതല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പർപ്പസ് ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഷുവർലി ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. പിന്നെ we need all sort of people in our community. I think our diversities, we need athletes, we need doctors, we need engineers. We don't just need doctors and engineers, right? കേരളത്തിലേക്കുള്ള അതാണ് ഏറ്റവും റെസ്പെക്റ്റബിൾ ആയ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന എന്നുള്ളൊരു അങ്ങനെ കോമ്പറ്റീഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ കൾച്ചറിലൊക്കെ ഉണ്ട്. നമുക്ക് പോയറ്റ്സുകളും വേണം, നമുക്ക് അത്ലറ്റ്സുകളും വേണം, റൈറ്റ്? നമുക്ക് തുണി തയ്ക്കുന്ന ആളുകൾ വേണം, നമുക്ക് തന്നു തരുന്ന ആളുകളും വേണം. അപ്പോൾ ഐ മീൻ എവരി ജോബ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി, എവരി ജോബ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ റെലവൻസ് ആൾസോ. ഒന്ന് എന്നുള്ളത് ഒരു പർപ്പസ്, ലൈഫിൽ പർപ്പസ് ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത് വാട്ട് എവർ യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. യു ആർ എ ഗുഡ് സിംഗർ, ഐ വുഡ് സജസ്റ്റ് യു ഷുഡ് കണ്ടിന്യൂ ഇൻ ദാറ്റ് പ്രൊഫഷൻ. യു ആർ എ ഗുഡ് സ്വിമ്മർ, ഐ വുഡ് സജസ്റ്റ് അപ്പോൾ എന്താണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം,
റൈറ്റ്? നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്യാൻ, നമ്മൾ പാഷനേറ്റ് ആയ കാര്യം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യാം, അത് അത് ചെയ്യുക, അത് എക്സ്പേർട്ട് ആവുക, അതിൽ പ്രൊഫഷണലൈസ് ആവുക, അതിൽ വേൾഡിലെ ബെസ്റ്റ് ആവുക. റൈറ്റ്? നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് അല്ല ആവേണ്ടത്, നമ്മൾ ഇന്ത്യയിലെ ബെസ്റ്റ് അല്ല ആവേണ്ടത്, ലോകത്തെ ബെസ്റ്റ് എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിൽ എന്താണോ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അത് എംപ്ലോയി എന്നതാവാം, ഓണ്ടർപ്രണർ ആവാം, എന്തും ആവാം. ഐ തിങ്ക് ദാറ്റ്സ് മൈ maybe that's my the humble life which has taught me. Yeah, gaining mastery in whichever field you are. Great. Okay, startup entrepreneur ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ജബീറിന്റെ കയ്യിൽ എന്തായിരിക്കും ഒരു മിറാക്കിൾ സ്റ്റേറ്റ്മെന്റ്? I think I would suggest two aspects. As a business എന്നുള്ളത്, I mean, you should know what is the problem you wanted to solve, right? I mean, ആരെ പ്രോബ്ലം ആണ്, റൈറ്റ്? ഐ മീൻ, ഏത് കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ ഏത് ഓഡിയൻസ് ആണ്, എന്ത് പെയിൻ പോയിന്റ്സ് ആണ്, എന്താണ് വാല്യൂ അഡീഷൻ, അങ്ങനെ ഒരു ബിസിനസ് ആംഗിൾ വി ഷുഡ് ഹാവ് ദാറ്റ് ഓറിയന്റേഷൻസ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐഡിയ മേ നോട്ട് ബി വർക്കിംഗ് ഇൻ ഫീൽഡ്. നമുക്ക് അപ്പോൾ ഫീൽഡുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്താണോ ആശയം പറയുന്നത് വാലിഡേറ്റ് ചെയ്യണം. അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. ദാറ്റ്സ് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. സെക്കൻഡ് ആസ്പെക്ട് എന്നത് കീപ് ലേണിംഗ്, കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ, റൈറ്റ്? ഐ മീൻ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല നമ്മൾ. അപ്പോൾ ഓൾവേഴ്സ് എന്ത് ചെയ്യുക, ഇംപ്രൂവൈസ് ചെയ്യാനും ലേൺ ചെയ്യാനും ഇന്നോവേറ്റ് ചെയ്യാനുമുള്ള യുനോ ആ ഒരു മൈൻഡ് സെറ്റ്സ് എന്ത് ചെയ്യണം, വേണം. ലൈക്ക് ലേൺ ചെയ്യാനും ലിസൺ ചെയ്യാനും, ലൈക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും അൺലേൺ ചെയ്യാനും, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ്സ് ഐ തിങ്ക് അതിന് ഓണ്ടർപ്രണർ we should do it. And of course it's patience and some like a disciplines in finance and other some specific. I think that's important. The rest everything will fall in place, you know. And Thank you so much. It was great talking to you. Soulful stories കേട്ട് മറക്കാനുള്ളതല്ല, അവ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മുടെ ലൈഫ് എങ്ങനെ പേർപ്പസ് ഡ്രിവൺ ആൻഡ് ഗോൾ ഓറിയന്റഡ് ആക്കണം എന്നാണ് ജബീർ നമ്മൾക്കായി പറഞ്ഞു തന്നത്. ഇന്ന് നമ്മൾ കേട്ടത് ഒരു വ്യക്തിയുടെ വിജയകഥയല്ല, ഒരു ഉറച്ച തീരുമാനത്തിന്റെ ശക്തിയാണ്. ഒരു ബാക്കപ്പും ഇല്ലാതെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ സ്വന്തം കോൺഫിഡൻസിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയുടെ കഥ. മറ്റുള്ളവർ കാണാതെ പോയ ഒരു പ്രശ്നം, അതിലേക്കാണ് അദ്ദേഹം ഒരു മടിയും കൂടാതെ നടന്നെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു പുതു സംരംഭം, ഗ്രീൻ വേംസ് ആൻഡ് എക്കോ സൊല്യൂഷൻസ് എന്നൊരു പുതു സംരംഭം പിറവിയെടുത്തു. പരിസ്ഥിതി പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരമായി, ഒരു തൊഴിൽ സൃഷ്ടിയായി അനേകം ജീവിതങ്ങൾ മാറ്റപ്പെട്ടു. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റൊരു കാര്യമാണ്: ഓപ്പർച്യൂണിറ്റി എല്ലായ്പ്പോഴും കംഫർട്ട് സോണിൽ മാത്രമുള്ളതല്ല, ആയിരിക്കണം എന്നില്ല. തിരക്കുകൾക്കിടയിൽ സോൾഫുൾ സ്റ്റോറീസിനായി സമയം കണ്ടെത്തി, സമയം മാറ്റിവെച്ചതിന് ഒരുപാട് സ്നേഹം. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ. താങ്ക് യു സോ മച്ച്. Yeah, thanks Ranjita. Yeah, it was good meeting you. Yeah, all the best. Do keep in touch. Yeah, sure. Thank you.